பிஜேபியில் இணைந்ததாக தெரிவித்த வதந்திக்கு முற்றுப்புள்ளி வைத்து தேவிகுளம் முன் எம்எல்ஏ ராஜேந்திரன் எல்டிஎஃப் கன்வென்ஷனில் ராஜேந்திரன் எங்கும் செல்லவில்லை என்றும் அவர் கட்சியில்தான் இருக்கிறார் என்றும் எம்எம்மணி எம்எல்ஏவன் தெரிவித்துள்ளார். 2021 சட்டசபை தேர்தலில் ராஜாவுக்கு எதிராக செயல்பட்டதாக கூறிதான் ராஜேந்திரனை கட்சியில் இருந்து சஸ்பெண்ட் செய்தது. பின்பு இவரை திரும்ப எடுக்கவில்லை. ஆனால் பாராளுமன்ற தேர்தலுக்கு முன்னோடியாக பிஜேபியில் இணையப்போவதாக வந்த செய்தியை தொடர்ந்துதான் பிஜேபியில் போக மாட்டோம் என்று ராஜேந்திரன் தெளிவாக தெரிவித்திருந்தார். இந்நிலையில்தான் பாராளுமன்ற தேர்தலுக்கு முன்னோடியாக கடந்த தினம் இடுக்கியில் மூத்த சிபிஎம் தலைவரும் எம்எல்ஏமான எம்எம்மணி, சிபிஎம் மாவட்ட செக்ரட்டரி சிவி வர்கீஸ், கே ஜெயச்சந்திரன் உள்ளூர் தலைவர்கள் உட்பட்டுள்ளவர்கள் ராஜேந்திரன் வீட்டிற்கு சென்று பேச்சுவார்த்தை நடத்தினர். இதற்கு பின்னால் தான் மூணார் நடைபெற்ற எல்டிஎஃப் எலெக்ஷன் கன்வென்ஷனில் ராஜேந்திரன் பங்கெடுத்தது. நான் எந்த கட்சியிலும் இணையவில்லை என்றும் தேர்தல் பிரச்சாரத்தில் இயன்ற அளவிற்கு പങ്കെടുப்பேன் என்றுം രാജേന്ദ്രൻ தெரிவித்தார். തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പിന്നെ മുന്നണിക്കകത്ത് വേറെ പാർട്ടികളില്ലല്ലോ. തെരഞ്ഞെടുപ്പിൽ LDF എന്നുള്ള ഒറ്റ പാർട്ടി ഒറ്റക്കെട്ട്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലവിലുള്ളത് ഉണ്ടാകും, അത് അതേപടി നിൽക്കും. എന്നാൽ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ ഒറ്റ പാർട്ടിയാണ്. ഇപ്പോൾ CPM ഓ CPI ഓ അങ്ങനെയൊക്കെ മുന്നണിയുടെ മറ്റ് ഘടകകക്ഷികളെല്ലാം കൂട്ടി കേരള കോൺഗ്രസ് ആ രൂപത്തിലേക്കില്ല. ജനതാദൾ എല്ലാ പാർട്ടിയുണ്ട്. എല്ലാ പാർട്ടിയുടെ ലീഡർമാരും കൂട്ടി നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കണം. ആ പാർട്ടിയാണ് ഇനി പ്രവർത്തിക്കുക. അതിനകത്ത് എല്ലാ പാർട്ടികളും മുന്നണിയിലാണ്. അത് പാർട്ടിക്കകത്ത് ചില്ലറ പ്രശ്നങ്ങളൊക്കെ അല്ല വലിയ പ്രശ്നങ്ങളൊക്കെ കാണും, അതവിടെ നിൽക്കും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അതാണ് എൻ്റെ ഒരു പ്രാധാന്യം. തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ടുണ്ടാവും പറ്റുന്നിടത്തോളം. മണിയാശൻ അല്പം മുമ്പ് പറഞ്ഞത് രാജേന്ദ്രൻ പോയിട്ടില്ല, രാജേന്ദ്രൻ പാർട്ടി തന്നെയായി തുടരുന്ന ആളാണ്, രാജേന്ദ്രൻ പോയി എന്ന് പറഞ്ഞത് മാധ്യമങ്ങളാണെന്നാണ്. ഇല്ല, ഞാൻ പോയില്ലല്ലോ. പോയിരുന്നോ? നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ട് എവിടെയെങ്കിലും പോയതായിട്ട് ഞാൻ പറഞ്ഞില്ല. പറഞ്ഞത് പാർട്ടിയുമായിട്ടുള്ള ഒരു അകൽച്ച, അങ്ങനെ പല കാരണങ്ങളുണ്ട്. ആ കാരണം പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് ഈ അവസരത്തിൽ പാർട്ടിക്ക് സമയം ഉണ്ടാവില്ല. തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം കണക്കിലാക്കി അത് നമ്മൾ മനസ്സിലാക്കണം. സമയങ്ങൾ ഉണ്ടായിരുന്നു, പാർട്ടി അത് ഉപയോഗിച്ചില്ല എന്നും എനിക്കുണ്ട്. പക്ഷേ എങ്കിലും അത് ഇപ്പോൾ പറയാൻ പറ്റുന്ന ഒരു അവസരമല്ല. അങ്ങനെ ഒരു அதே நேரம் கட்சியில் இருந்து ராஜேந்திரன் எங்கு செல்லவில்லை என்றும் அவர் எல்டிஎஃப்பில் தான் இருப்பதாகவும் அவர் மெம்பர்ஷிப் புதுப்பிப்பார் என்றும் எம்எம்மணி எம்எல்ஏ தெரிவித்தார். അതിന് വിധേയമായിരുന്നു. അദ്ദേഹം നടപടി നമ്മുടെ പാർട്ടി തന്നെയാണ്. അദ്ദേഹം പോയിട്ട് വിളിച്ചു വന്നതൊക്കെ പറഞ്ഞിട്ടല്ല അദ്ദേഹം പോയത് ഇല്ല. പത്രക്കാരുണ്ടാകുക. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലാണ് ഈയിടെ ഞങ്ങൾ അദ്ദേഹവുമായി ചർച്ചയും നടത്തിയിട്ടുണ്ട്.